നമസ്കാരം. ഞാൻ ഇരവിപേരൂർ ശ്രീഭദ്ര പ്രാചീന കലാസംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് വർഷങ്ങളായിട്ട് ഇപ്പം അങ്ങനെയാണ് പ്രവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഭരണസമിതി, അതായത് അമ്പലം ഭരിക്കുന്ന 3 ക്ഷേത്രങ്ങളാണ് ഒരു ഭരണസമിതിയുടെ കീഴിലുള്ളത്. തിരുനെല്ലൂസാനം ദേവീക്ഷേത്രം, പൂപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, മേത്രകോവിൽ മഹാദേവ ക്ഷേത്രം. ഈ 3 ക്ഷേത്രങ്ങളുടെയും ഭരണസാരഥ്യം ഒരു സംഘടനയ്ക്കാണ്. അതിൻ്റെയും പ്രസിഡൻ്റായിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു 5-10 കൊല്ലമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. ഇത് കൂട്ടായ്മയുടെ ഒരു ഇതാണ് പടയണി എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിലെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകമായ ചില അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു അവകാശമാണ് പാളയെടുക്കുക. പാളയാണ് നമ്മളുടെ പടയണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ പാളയെടുക്കുക എന്ന് പറയുന്നത് ഒരു സമുദായത്തിൻ്റെ അവകാശമായിട്ടാണ് പടയണിയിലുള്ളത്. അതായത് തെങ്ങ് കയറ്റ തൊഴിലാളി അവർക്ക് അവകാശപ്പെട്ടതാണ് പാളയെടുക്കുക എന്നത്. അതുപോലെ പാളയെടുത്താൽ അത് ചെത്തി കോലമാക്കി മാറ്റാനുള്ള അവകാശം ഗണക സമുദായത്തിനാണ്. ഇങ്ങനെ ഓരോ സമുദായത്തിനും പണ്ട് കാലങ്ങളിൽ ഇതിനൊന്നും എന്തെങ്കിലും കാശ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പ്രതിഫലം കൊടുത്തിട്ട് ചെയ്യിക്കുന്ന ഒന്നായിരുന്നില്ല. അത് അവരുടെ കടമയായി പടയണി നടക്കുന്നതിന് സമയത്ത് ഞാനീ പറഞ്ഞ അതേ സമുദായങ്ങൾ അവരവരുടെ ആ ഓരോ ജോലികളും അവരവർ തന്നെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അതിന് പ്രതിഫലം കൊടുത്തിട്ട് ഏതാണ്ട് ഒരു പാളയ്ക്ക് ഏതാണ്ട് 100 രൂപയുടെ അടുത്ത് 70, 80, 90 അങ്ങനെ രൂപ വീതം കൊടുത്ത് നമ്മൾ പാള എടുപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ സാധാരണ ഈ തെങ്ങ് കയറുന്ന എല്ലാ ആൾക്കാരും പാളയെടുത്താൽ അത് പാളയെടുക്കാനും ഒരു വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർ എടുത്തെങ്കിൽ മാത്രമേ ആ പാള നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഏതാണ്ട് 10-40 വർഷം മുമ്പ് നമ്മളിവിടെ പുതിയതായിട്ടുള്ള കളരി തുടങ്ങി. ആ 40 വർഷമായിട്ട് നമ്മൾ വേറൊരു കൂട്ടരെ വിളിച്ചിട്ടില്ല. തെള്ളിയൂർക്കാവിൽ ഉള്ള ഗണക സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് സ്ഥിരമായിട്ട് വളരെ ഭംഗിയായി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കൃത്യമായി അവർ എത്തുന്നുണ്ട്. കൃത്യമായിട്ട് മാത്രമല്ല, ഭംഗിയായിട്ട് നമ്മളുടെ ഇവിടെ എഴുതുന്ന കോലങ്ങൾ അത് കണ്ടാൽ ബാക്കിയുള്ളവർക്കും മനസ്സിലാകും ഇത് തെള്ളിയൂർക്കാവിലെ ഗണകർ വരച്ച കോലമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ വൈദഗ്ധ്യത്തോടെ കോലം എഴുതാറുണ്ട്. കോലം വരയ്ക്കുക എന്നല്ല പറയുന്നത്, കവിതയൊക്കെ എഴുതുന്നത് പോലെ കോലം എഴുതുകയാണ്. കാരണം നമ്മൾ ചിത്രം വരയ്ക്കുക എന്ന് പറയും, പക്ഷേ ഇത് വരയ്ക്കുകയല്ല, ഇത് എഴുതുകയാണ്. നമ്മളിവിടെ തുള്ളുന്ന 101 പാളയുടെ വലിയ ഭൈരവി എന്ന് പറഞ്ഞാൽ അത് ഓരോ പാളയിലാണ് ഇത് ഓരോന്നും വരച്ചെടുക്കുന്നത്. ഈ ഓരോ പാളയിൽ എഴുതി വെക്കുന്നത് അത് കൂട്ടി യോജിപ്പിച്ച് ഒരു കോലമായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്താനുള്ള വൈദഗ്ധ്യം അത് കണ്ടാൽ നമുക്ക് ഭൈരവിയാണ് എന്ന് തോന്നാത്തക്ക വിധം അതിനെ കൂട്ടി യോജിപ്പിച്ച് ഒരു ചട്ടത്തിൽ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് ഏറ്റവും വലിയ കോലം, ഈ ഭൈരവി കോലം. അതുപോലെ തന്നെയാണ് കാലങ്കോലം. കാലങ്കോലവും ഈ പറഞ്ഞ പോലെ നല്ല വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രം എഴുതാൻ പറ്റിയ ഒരു കോലമാണ് കാലങ്കോലം. അത് എല്ലാവരും ഒന്നും എഴുതിയാൽ കാലങ്കോലം ആകത്തില്ല. അതിൽ വൈദഗ്ധ്യം നേടിയവർ മാത്രമേ ഈ കാലങ്കോലം എഴുതാറുള്ളൂ. അത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അവർ പാള ചെത്തുകയാണ്. അതിൻ്റെ ഗണപതിക്ക് വെച്ചിട്ട് വിളക്ക് കത്തിച്ച് ഗണപതിക്ക് വെച്ച് പാള ചെത്തും. പാള ചെത്തുന്നതും പിന്നെ അതൊന്ന് ചെറുതായിട്ട് മുറിക്കും, ചെറിയ ചെറിയ പീസായിട്ട്. ആ മുറിച്ച് വീഴുന്ന ആ ചെറിയ കഷണത്തിൻ്റെ ലക്ഷണം നോക്കിയാണ് അവരപ്പം തന്നെ പറയും ഈ കൊല്ലത്തെ പടയണി എങ്ങനെ പരിസമാപ്തി കുറിക്കും. നമസ്കാരം, എൻ്റെ പേര് ഹരിദാസ്, തെള്ളിയൂര് വീട്. അപ്പം നമ്മൾ ഈ പടയണി കോലത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിലേ, ആദ്യമായിട്ട് ഇത് എഴുതാൻ വരുമ്പോൾ ഒരു 7 ദിവസത്തേലും വ്രതം വേണം. ആദ്യമായിട്ട് വിളക്ക് വെക്കും, വിളക്ക് വെച്ച് ഗണപതിക്ക് വെക്കും. പിന്നെ
ഗുരുദക്ഷിണ വെച്ച് ദേവതയെ നമ്മൾ ആ ദേശദേവതയെ ഒന്ന് ധ്യാനിച്ചിട്ടാണ് പാള നമ്മൾ ചെത്താനായിട്ട് എടുക്കുന്നത്. ചെത്തിക്കഴിഞ്ഞിട്ട് അതായത് അത് ഏതാ കോലം വേണ്ടി അതിൻ്റെ അനുസരിച്ച് പാള വെട്ടും, ഓരോ ആകൃതി വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൽ കരി, ചെങ്കല്ല്, പിന്നെ മഞ്ഞൾ, അതാണ് നമ്മൾ ചേർക്കുന്നത് കളറിന്. പിന്നെ പാളയുടെ പച്ച കളറിന് എടുക്കും, വെള്ള കളറിന് എടുക്കും. അത് ഓരോ രൂപമുണ്ട്. മറുതാക്കോലമുണ്ട്, യക്ഷിക്കോലമുണ്ട്, പക്ഷിയുണ്ട്, ഭൈരവിയുണ്ട്, കാലങ്കോലമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഭക്തിപരമായിട്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ. നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് അറിയാം അതിനെപ്പറ്റി. പടയണിയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഏറ്റവും അധികം പ്രകൃതിയുമായി ഇഴുകിച്ചേരുന്ന ഒരു കലാരൂപമാണ്. കാരണം ഇതിനകത്ത് മറ്റ് സിന്തറ്റിക് ആയിട്ടുള്ള യാതൊന്നും ഉപയോഗിക്കുന്നില്ല. പാളയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി വേണ്ടത്. അത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ നിറങ്ങൾ 5 നിറങ്ങളാണ് കോലം എഴുതുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് വെള്ള നിറമുണ്ട്, പച്ച നിറമുണ്ട്, മഞ്ഞ നിറമുണ്ട്, കറുപ്പ് നിറമുണ്ട്, ചുവപ്പ് നിറമുണ്ട്. ഇങ്ങനെ 5 നിറമാണ് പാള എഴുതാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ബ്രഷ് പോലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബ്രഷല്ല, ഓലമടലിൽ നിന്ന് ചെത്തിയെടുത്ത് ബ്രഷിൻ്റെ രൂപത്തിൽ ഒരു ഇഞ്ച് വീതിയിൽ ചെത്തിയെടുത്തിട്ട് അതിൻ്റെ 2 അറ്റവും ചതച്ച് അത് ബ്രഷ് രൂപത്തിലാക്കി അതാണ് നമ്മൾ ഇതിന് ബ്രഷായിട്ട് ഉപയോഗിക്കുന്നത്. കളറെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുക. കരിക്ക് മാവല കരിച്ച് കരി എടുക്കും. പിന്നെ ചെങ്കല്ല് പെറുക്കി, അതാണ് ഈ ചുവപ്പിന് ഉപയോഗിക്കുന്നത്. പിന്നെ മഞ്ഞൾ അതരച്ചാണ് മഞ്ഞ കളർ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. പാള ശേഖരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഓരോ കരയിലായിരിക്കുമല്ലോ പടയണി നടക്കുന്നത്, ഓരോ ദേശത്ത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ, ഈ ആശന്മാരും അങ്ങനെയൊക്കെ ഉള്ളവർ, മറ്റേ ഈ കവുങ്ങലൊക്കെ കയറുന്ന ആൾക്കാരെ ഇടപെടുത്തിയിട്ട് അവരത് പാള കവുങ്ങ നിർത്താതെ താഴെ ഇടാതെ വേണം, അത് താഴെ ഇടാൻ പാടില്ല, അങ്ങനെ വേണം അതിൻ്റെ ചടങ്ങതാ. അങ്ങനെയാണ് ഇത് ശേഖരിച്ചുകൊണ്ട് വരുന്നത്, പൊട്ടാതൊക്കെ എടുക്കുന്നത്. പിന്നെ കുരുത്തോല തെങ്ങിന് മണ്ടയിൽ നിന്ന് എടുക്കുന്നത്. നമ്മൾ പാള കവുങ്ങന്ന് എടുക്കുന്ന പാള തന്നെ നമ്മൾ അതേ രൂപത്തിൽ നിന്നിട്ട് അതിൻ്റെ കരിന്തൊലി ചെത്തി അത് വെള്ള ക്യാൻവാസ് ഉണ്ടാക്കുക. അതേലാണ് പിന്നെ, അല്ല വേറെ അത് പെയിൻ്റ് അടിക്കുക ഒന്നുമില്ല. ആ വെള്ളയിലാണ് നമ്മളിത് വരയ്ക്കുന്നത്. പാളയുടെ നമ്മൾ ഈ പുറവശത്താണല്ലോ പച്ച കളറുള്ളത്, അത് ചെത്തിയിട്ട് അവിടാണ് വരയ്ക്കുന്നത്. അകവശം എന്ന് പറഞ്ഞാൽ അത് പ്ലാസ്റ്റിക് മാതിരി, അവിടെ കളറോ കാര്യങ്ങളോ ഒന്നും പിടിക്കത്തില്ല. അത് തന്നെയല്ല, അകത്ത് എഴുതിയാൽ അതിന് ബലം കുറയും, പുറത്ത് തന്നെ പറ്റുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കുന്ന കോലം ഏതായിരിക്കും? സാധാരണ നമ്മൾ ഗണപതി കോലം എന്ന് പറയും, അത് ചിലടത്ത് പ്യാശു കോലം എന്ന് പറയും. ഗണപതിക്ക് ആദ്യം നമ്മൾ വെക്കുമല്ലോ, ആ ഗണപതി കോലം വരച്ചിട്ടേ ബാക്കിയുള്ള എല്ലാം വരയ്ക്കുള്ളൂ. ഏറ്റവും വലിപ്പമുള്ള കോലം എന്ന് പറഞ്ഞാൽ ഭൈരവി കോലം. അത് 52 പാലയുടെ 32 ഉണ്ട്, 21 ഉണ്ട്, 101 ഉണ്ട്, 151 ഉണ്ട്, 1001 പാലയുടെ ഉണ്ട്. ഞാനിത് പാരമ്പര്യമായിട്ട് അച്ഛനും അപ്പൂപ്പന്മാരും അമ്മാവന്മാരും ഒക്കെ ഉള്ള അവരൊക്കെ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ. അവരിൽ നിന്നാണ് ഞാൻ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ഓരോ കരകളിലും പോയി അവരുടെ കൂടെ പോയി ഇന്നത് പഠിച്ചത്. കാരണം അച്ഛൻ്റെ കൂടെ നടന്നല്ലേ ഇത് ആദ്യം ഇത് പഠിക്കുന്നത്. പിന്നെ ഗുരുക്കന്മാർ ഒരുപാട് പേരുണ്ട്, പ്രഗത്ഭന്മാരായ എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചു പോയിപ്പോൾ ഇല്ല. അങ്ങനെയൊക്കെയാണ് 10-45 വർഷമായി ഞാൻ ഇത് തുടങ്ങിയിട്ട്. ചേട്ടന് ശിഷ്യന്മാരായിട്ടോ ഇത് പഠിച്ചെടുക്കാനായിട്ട് പുതിയ തലമുറയിൽ വരുന്നുണ്ട്. പല ദേശത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്, ശിഷ്യന്മാരും ഉണ്ട്. പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഇപ്പം പഴയ രൂപത്തിലൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ സെറ്റല്ലേ, അപ്പം അതിൻ്റെ ആളുള്ള ചില ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇന്ന പോലെ ചെയ്യേ, അങ്ങനെ ശീലിപ്പിച്ചോണ്ട് വരിക. ഇപ്പൊ ഈ ക്ഷേത്രത്തിലല്ലാതെ വേറെ ഏതൊക്കെ ക്ഷേത്രത്തിലെ ചേട്ടന് കോലം വരയ്ക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്? ഇതിനു മുമ്പ് മാടപ്പള്ളിലായിരുന്നു കഴിഞ്ഞ ദിവസം. അതിനു മുമ്പ് കോട്ടാങ്കല്, പിന്നെ ഓതറ, പുല്ലാട്, താഴൂർക്കടവ്, പിന്നെ കുറിയന്നൂര്, കടങ്ങന്നൂര്, കാഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പടിഞ്ഞാറ്. അവിടെ എല്ലാം പോകും. 10-15 ക്ഷേത്രങ്ങളിലുണ്ട് ഒരു സീസൺ സമയത്ത്. എന്നും അല്ല, ഇത് ഒരു സീസൺ സമയത്തേ ഉള്ളൂ. പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും കൂടുതൽ പടയണിയുടെ. അല്ലാത്ത ഡിസ്ട്രിക്റ്റുകളിലൊക്കെ അത് കോലം തുള്ളലെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഈ ഒരു ഘോഷയാത്ര മാതിരി ഭൈരവി കോലങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അമ്പലത്തിൽ നിന്ന് വളം വെച്ചിട്ട് അത് കളയേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് തപ്പ്, പാട്ട്, കൈമണി ഇതൊക്കെ ഉണ്ട്, മേളങ്ങളുണ്ട്. അതിൻ്റെ അനുസരിച്ച് ചുവടുകളുണ്ട്. ഇതിന് നൃത്തം ഓരോന്നിനും ഓരോ സ്റ്റെപ്പുകളാണ്. അങ്ങനെ തുള്ളി ഒഴിഞ്ഞാണ് ഇവിടെ നമ്മൾ പടയണിയാൽ ആചരിക്കുന്നത്. വേറെ ഭാഗങ്ങളിൽ കോലം വരവെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. തുള്ളലും കോട്ടലും പാട്ടും ഒന്നുമില്ല. ചെണ്ടമേളത്തിൻ്റെ കൂടെ വരുന്നു, ഘോഷയാത്ര കഴിഞ്ഞ് നമ്മൾ ഈ ടാബ്ലോ എടുത്ത് കളയുന്നതിൻ്റെ എടുത്താൽ കളയുന്നു, അത്രേ ഉള്ളൂ. ചടങ്ങ് ഈ പത്തനംതിട്ടയിൽ മാത്രമേ ഉള്ളൂ. കടമ്പനാട്ട് വലിയൊരു പടയണി നടക്കുന്ന ഒരു ക്ഷേത്രം, അത് 10 ദിവസം ഉണ്ട്. അതുപോലെ തന്നെ വലഞ്ചുഴി, ഇതൊക്കെ നല്ല പടയണി നടക്കുന്ന സ്ഥലങ്ങൾ.
അവിടെയൊക്കെ പോകാറുണ്ട് ഒരു തരം. ഇപ്പം വരുന്ന തലമുറയിലും ഇത് ചിട്ടയായിട്ട് കാരണം കൊണ്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം. എത്ര പേര് ഇതൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം ഇരുന്ന് ഉറക്കളപ്പ്, ഈ കുത്തിയിരുന്നുള്ള വര, ഇതെല്ലാം ഇപ്പം ചിലർക്കൊന്നും അതിലേക്ക് വരാൻ വലിയ താല്പര്യമൊന്നും കാണുന്നില്ല. ചിലർക്കുണ്ട് ഒന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുള്ളത്, അങ്ങനെ പിള്ളേർ വരുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കവുങ്ങുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. പുതിയതായിട്ട് ആരും അങ്ങനെ ഒന്ന് വെച്ചിട്ട് തന്നെ അത് മുകളിലോട്ട് എഴിക്കുന്നില്ല എന്തോ. പണ്ടൊക്കെ എന്നാൽ ഇഷ്ടം മാതിരി കവുങ്ങുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ്. വേറെ സ്ഥലങ്ങളിൽ നിന്ന് പോയി ശേഖരിച്ചുകൊണ്ട് വരേണ്ട ഗതികേടാക്കി. എൻ്റെ പേര് ശശിധരൻ, തെല്ലൂർ താമസിക്കുന്നു. അച്ഛൻ്റെ കാലം തൊട്ട് അച്ഛൻ്റെ കൂടെ ചെറുപ്പത്തിലേ പോയി അങ്ങനെ എഴുതി പഠിച്ചതാണ്. ഇപ്പം അച്ഛനൊക്കെ മരിച്ചുപോയി. പിന്നെ ഞങ്ങളാണിപ്പം ഇതിങ്ങനെ കൊണ്ടു നടത്തുന്നത്. ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് ഇങ്ങനെ ഓരോ കളത്തിലും പോകുന്നുണ്ട്. ഇപ്പം ചേട്ടൻ വരച്ചുകൊണ്ടിരിക്കുന്ന കോലം ഏത് കോലമാണ്? ഇപ്പം ഭൈരവിക്കോലമാണ്. ഇതിപ്പം 32 പാടയുടെ ഭൈരവിക്കോലമാണ്. ഇത്തിരി അമ്പലത്തിൽ പോകുന്നുണ്ട്. ഒന്ന് നമ്മുടെ നാട്ടിൽ തന്നെ തെല്ലൂർക്കാവ്, പിന്നെ കോട്ടാങ്ങല്, കിടങ്ങന്നൂര്, മാടപ്പള്ളി, പിന്നെ താഴൂര്, പിന്നെ കാഞ്ഞൂര്, പിന്നെ ഇവിടെ നെല്ലൂർ സ്ഥാനത്ത് ഒത്തിരി അമ്പലങ്ങളിൽ പോകുന്നുണ്ട്. അതിപ്പം ഈ ഒരു ഭൈരവിക്കോലൻ 6 കുതിരയും കൂടെ ഞങ്ങൾ എഴുതുന്നു. 32 പാടയുടെ ഇത് ഞങ്ങൾ 2 പേരാണ്. രാവിലെ തുടങ്ങിയത് വൈകുന്നേരം ഒരു 7-7:30 ആകുമ്പോഴത്തേന് ചെയ്തു. മുൻ വർഷങ്ങളിലും ചേട്ടൻ ഈ ക്ഷേത്രത്തിൽ തന്നെ വന്ന്? ഉണ്ട്. ഇപ്പം 10-15 വർഷത്തോളമായി ഇവിടെ തന്നെ വരുന്നുണ്ട്. ഉപ്പന്മാരുടെ കാലം തൊട്ട് ഇങ്ങനെ ചെയ്തു വരുന്നത്. പരമ്പരാഗതമായിട്ട് ഗണവന്മാരാണ് കോലമെഴുതി നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ പുതിയ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്.